ഹലോ ഉമ്മ. എന്താക്കുക? എന്താ മോളെ ഈ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ അന്നായി ഒച്ചപ്പാടും ബഹളുമാണ്, ഒന്നും പറയണ്ട. ഒരു സ്വൈര്യവും ഇല്ല ചുവടിന്. ഭയങ്കര ഒച്ചേല് പാട്ട് വെച്ചിട്ട് ഒന്ന് കൊച്ച കുറക്കി മക്കളെ. ഒന്നും പറയുന്നത് കേൾക്കണില്ല. ഹൈ 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 ഒന്നും പറയണ്ട. കുട്ടികളൊക്കെ ഉണ്ടാക്കട്ടെ. അതെന്താ അമ്മ ഭയങ്കര ഒച്ച? നിങ്ങൾ ഗുളികയൊക്കെ കുടിച്ചോ? സമയത്തിന് ഗുളികയൊക്കെ കുടിച്ചോളിട്ടോ. നിങ്ങൾ പറയണൊന്നും എനിക്ക് മനസ്സിലാവണില്ലേ അമ്മ. ഭയങ്കര ബഹളാണല്ലോ. ആ പാട്ടിന്റെ സൗണ്ടൊക്കെ ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യ, അപ്പുറത്തെ റൂമിലേക്കിട്ടാ പോയി നോക്കിന്നാല് അതാ നല്ലത്. മോളെ ഒന്നും പറയണ്ട, ഭയങ്കര ഒച്ചയും പാട്ടുമാണ്. ഞാൻ ഓളോട് പറയുക എൻ്റെ മക്കളോടൊന്ന് ഒച്ച കുറയ്ക്കാൻ പറയും. എനിക്കിവിടെ വന്നത് മുതൽ തുടങ്ങിക്കുന്ന നെഞ്ഞത്ത് വേദന. എന്തോ ഒരു അരിയൊക്കെ ഇടിക്കുന്ന മാതിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് കല്ലോറിലിട്ടിട്ട് അരി ഇടിക്കുന്ന മാതിരി ബൂമ്പു ജനവാതിലൊക്കെ കടന്ന് ബെറക്കിയാണ് മോളെ. വന്നന്ന് മുടങ്ങിക്കുന്ന എനിക്ക് ശ്വാസം മുട്ടലും നെഞ്ഞുവേദനയൊക്കെ. എന്തോ ഒരു ഒച്ചപ്പാടാണ്. കുട്ടികളാണ് പറഞ്ഞാൽ കേൾക്കണില്ല. ഓള് പറഞ്ഞിട്ട് കുട്ടികൾ കേൾക്കണില്ല. എനിക്ക് പറ്റണില്ല മോളെ. മക്കളെ അങ്ങോട്ട് പോയി കളിച്ചോടി. വലിയമ്മ ഇവിടെ രസം ഇരിക്കട്ടെ കുട്ടികളെ. നല്ല മക്കളല്ലേ, പോയി ഇരിക്കട്ടാ. പോയി ഒന്നും പറയണ്ട മോളെ. അതേമാതിരി ഒന്ന് ഒച്ച കുറയ്ക്കും കുട്ടികളെ. ഈ ഒന്ന് മക്കളോട് പറഞ്ഞു കൊടുക്ക്. പിന്നെന്താ മോളെ, കുട്ടികളൊക്കെ നല്ലോണം നോക്കണേ. എന്നാ ആയിക്കോട്ടെ മോളെ, വെച്ചാളി. അമ്മനോട് പറഞ്ഞാളിട്ടാ. ഈ വന്ന് 4-5 ദിവസം പുരയിൽ നിന്ന് എൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞ ശേഷം പോന്നാൽ മതി. അപ്പോഴത്തേക്ക് ഞാനിവിടെ 3-4 ദിവസം ഇവിടെയും നിന്ന് പിന്നെ 2 ദിവസം താത്തലാടേക്കും പോയി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കട്ടെ. ഏതായാലും പോന്നതല്ലേ. ആയിരിക്കും. ഇല്ല മോളെ, ആയിക്കോട്ടെ. പാവാണ്. വിട്ട് നിൽക്കുമ്പോഴേ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. പോക്ക് എന്തോ ഒരു ബേജാറ്, എനിക്കും വല്ലാത്തൊരു ബേജാറ് ഓളെ കാണായിട്ട്. പാവാണ് പെണ്ണ്. ഇതിനാ മുന്നേ തന്നെ വന്ന് നിൽക്കണത്. ആളെ പേടിപ്പിക്കണത്. എന്ത് കേൾക്കാനാണ് ഇങ്ങനെ ഒളിച്ചിക്കണായി നിൽക്കണത്? എന്താ മരോളോടുള്ള ഒൽപ്പിക്കലും വർത്താനൊക്കെ. മോളെ മോളെന്ന് വിളിച്ചിട്ട് ഓളെ പറ്റി കുറ്റം പറയുന്ന പണിയാണല്ലോ. ഞാൻ ഓളെ പറ്റിയിട്ട് ഒരു കുറ്റം പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ എന്ത് കുറ്റം പറഞ്ഞിരിക്കണേ? ഓളുള്ളതിനെ കൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോണേ. മരുന്നായാലും ഗുളിയായാലും എല്ലാ കാര്യങ്ങളും. എന്നാ ഞാൻ എത്തിയിട്ട് വിളിക്കാം അമ്മ. ആയിക്കോട്ടെ. ഗുളിയൊക്കെ സമയത്തിന് കഴിച്ചോളിട്ടാ. വെറുതെ അസുഖം ഉണ്ടാക്കി വെക്കേണ്ട. സമയത്തിന് തിന്നും ചെയ്തോളി. നിങ്ങൾ വേറെ എവിടേക്കും പോകണ്ട, അവിടെ നിന്നോളി. ഞാൻ വന്നാൽ അങ്ങോട്ട് വരൂ കേട്ടോ. ഞാൻ ഉമ്മൻ്റെ അടുത്ത് നിൽക്കണില്ല. നിങ്ങളെ മോമ പറഞ്ഞിക്കിന്. നിങ്ങളെ മോമ പറഞ്ഞിക്കിന് വേഗം കൂട്ടിക്കൊണ്ട് എൻ്റെ ഇമ്മനേന്ന്. ആയിക്കോട്ടെ. എന്നാൽ ശരി ഉമ്മ. ഉമ്മക്ക് അവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഓലൊക്കെ വെറും വെറുപ്പിക്കല. മക്കളെ അറിഞ്ഞിട്ട് കാര്യമില്ല. സ്വൈര്യം കൊടുക്കല. ഉമ്മൻ്റെ വർത്താനത്തിൽ തന്നെ മനസ്സിലായിട്ട് ഉമ്മക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട് എന്നുള്ളത്. എന്ത് പറയാനാ അപ്പോൾ അന്നേരം തന്നെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ നിങ്ങളെന്താ ഒലിപ്പിക്കലെന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കട്ടാക്കിയിട്ടില്ല എന്നുള്ളൂ. അതിനറിയില്ലല്ലോ. അതിലാട്ടെ.